ഇത് തിയോഫിനച്ചൻ താമസിച്ച ഒരു മുറിയെ ഇവിടെ ഈ മ്യൂസിയത്തിൽ തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഒറിജിനൽ മുറി അപ്പുറത്തുണ്ട്, തിയോഫിനച്ചൻ താമസിച്ച മുറി. പക്ഷേ ഈ മ്യൂസിയത്തിൽ വരുന്നവർക്ക് തിയോഫിനച്ചൻ്റെ മുറിയെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നതാണ്. അച്ഛൻ ഉപയോഗിച്ച ഈസി ചെയറുണ്ട്, കസേരയുണ്ട്, അതുപോലെ അച്ഛൻ ഉപയോഗിച്ച ടൈപ്പ് റൈറ്റർ, അതുപോലെ അച്ഛൻ വലിയൊരു ധ്യാനഗുരുവായിരുന്നു. കപ്പൂച്ചിൻ മിഷൻ ധ്യാനം, ആ മിഷൻ ധ്യാനത്തിൻ്റെ ഒരു ദിവസം സെമിത്തേരി പ്രസംഗങ്ങളുണ്ട്. ആ സെമിത്തേരി പ്രസംഗത്തിലൊക്കെ മനുഷ്യ ജീവിതത്തിൻ്റെ നൈമിഷികത വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് തലയോട്ടി വെച്ചുകൊണ്ട് പ്രസംഗിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അച്ഛൻ ഉപയോഗിച്ച വസ്തുക്കളും ഒക്കെ ഈ മ്യൂസിയത്തിൽ ഇവിടെ വച്ചിട്ടുണ്ട്. അച്ഛൻ യഥാർത്ഥത്തിൽ വളരെ ദിവ്യകാരുണ്യ ഭക്തനായിരുന്നു. പ്രഭാതത്തിൽ തന്നെ ഉണർന്ന് ഈ പ്രഭാത പ്രാർത്ഥനയ്ക്കായിട്ട് അച്ഛൻ സന്യാസികൾ ഒരുമിച്ച് കൂടുന്ന ആ പ്രാർത്ഥന സ്ഥലത്ത് എത്തിച്ചേരും. ആദ്യമേ തന്നെ തിയോഫിനച്ചൻ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. അച്ഛനെ കണ്ടുമുട്ടിയവരും അച്ഛൻ്റെ കൂടെ ജീവിച്ചിരുന്നവരൊക്കെ പറയുന്ന ഒരു യാഥാർത്ഥ്യം അതാണ്. അതോടൊപ്പം തന്നെ അച്ഛൻ വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി നേടിയിട്ടാണ് ആളുകളുമായുള്ള ബന്ധത്തിൽ അവർക്ക് ഈശോയുടെ സൗഖ്യവും ഈശോയുടെ സാന്ത്വനവും ഈശോയുടെ വിടുതലും, ഈശോ നൽകുന്ന വിടുതലും അച്ഛനിലൂടെ അവർക്ക് ലഭിക്കുവാനായിട്ട് ഇടയായത്. ഈ കുർബാനയുടെ ശക്തി അച്ഛൻ ഏറ്റെടുത്തത് കൊണ്ട് തന്നെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും.